മലയാളിയുടെ സത്യസന്ധതയ്ക്ക് ദുബായ് ഗവൺമെന്റിന്റെ അവാർഡ്. ദുബായ് വിമാനത്താവളത്തിൽ ക്ലീനിംഗ് ജോലിക്കാരനായ കണ്ണൂർ സ്വദേശി അഷ്റഫിനെ തേടിയാണ് അംഗീകാരമെത്തിയത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവാർഡ് സമ്മാനിച്ചു. കഴിഞ്ഞ 13 വർഷമായി ദുബായ് വിമാനത്താവളത്തിൽ ക്ലീനിംഗ് തൊഴിലാളിയാണ് കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ്. വിമാനത്താവളത്തിൽ നിന്ന് ലഭിച്ച സ്വർണ്ണമടങ്ങിയ ബാഗ് തിരിച്ചു നൽകിയ ഇദ്ദേഹത്തിന്റെ സത്യസന്ധത അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദുബായ് ഗവൺമെന്റിന്റെ അവാർഡാണ് അഷ്റഫിനെ തേടിയെത്തിയത്. 25 പവനോളം സ്വർണവും 4 പാസ്പോർട്ടും അടങ്ങിയ ഗുജറാത്ത് സ്വദേശിയുടെ ബാഗാണ് ഇദ്ദേഹം തിരിച്ചു നൽകി മാതൃക കാട്ടിയത്. കഴിഞ്ഞ ദിവസം ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൽ നിന്ന് അഷ്റഫ് അവാർഡ് ഏറ്റുവാങ്ങി. 50,000 ദിർഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏറ്റവും വില മതിക്കാത്ത തന്നെയാണ് ആ കൈ കൊടുക്കൽ തന്നെ വലിയ ഹയറാണ്. അതന്നെ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ എമിറേറ്റ്സിന്റെ റൂളറിനെ കൈ കൊടുക്കാന്ന് എന്താന്ന് വെച്ചാൽ ചില്ലറ കാര്യം. അത് അഷ്റഫിനെ കൂടാതെ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. വളരെ സാധാരണക്കാരനാണ് അഷ്റഫ്. ഇദ്ദേഹം ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും സൈക്കിളിൽ. മുടങ്ങിക്കിടക്കുന്ന വീട് പണി പൂർത്തിയാക്കാൻ അവാർഡ് തുക ഉപയോഗിക്കാനാണ് അഷ്റഫിന്റെ തീരുമാനം. അഷ്റഫിന്റെ സത്യസന്ധതയ്ക്ക് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം താമസിക്കുന്ന ഷബാബ് ഹോമിലെ അന്തേവാസികൾ. വിപുലമായ പാർട്ടി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വില്ലയിലെ താമസക്കാർ. ദുബായിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.